ഇന്ത്യയുടെ വളർച്ചയും സ്വീകാര്യതയും ഒക്കെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ടി ജിയോട് മറ്റൊരു മണ്ഡലം ചർച്ചയ്ക്ക് വെക്കുകയാണ്. അത് നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയാണ്. അതങ്ങനെ പെട്ടെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നുമല്ല. പക്ഷേ വാർത്തകൾക്കിടയിലൊക്കെ അതുണ്ട്. താല്പര്യമുള്ള ചില ദേശീയ മാധ്യമങ്ങളെങ്കിലും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ സംസ്കാരത്തിന് ഇപ്പോൾ മറ്റു സ്വീകാര്യതയ്ക്ക് ഒപ്പമാണ്. വിശ്വഗുരു എന്ന കൺസെപ്റ്റ് ആത്മീയ തലത്തിൽ മാത്രമല്ല, ഒരു ഐഡിയോളജി തലത്തിൽ തന്നെ ലോകം ഏതാണ്ട് സ്വീകരിച്ചു വരുന്നുണ്ട് ഇന്ത്യയെ. ഈ യുദ്ധത്തോടുള്ള സമാധാനത്തിൻ്റെ ഒരു സന്ദേശം, നമ്മുടെ ഒരു മാതൃക എല്ലാ യുദ്ധഭൂമിയിലും സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ നിലപാട് അത് ഡിപ്ലോമാറ്റിക്കായിട്ട് എത്തിക്കുന്നതിൽ നമ്മളെ ഗവൺമെൻറ് വിജയിക്കുന്നുണ്ട് വലിയ തോതിൽ. അതൊക്കെ വളരെ പോസിറ്റീവായിരിക്കും. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ അമേരിക്കയോടും ചൈനയോടും മത്സരിക്കാവുന്ന തലത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അത്ഭുതകരമാണ്. അമേരിക്കയിലെയും ചൈനയുടെയും വലിയ കമ്പനികളുടെ തലപ്പത്ത് നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ കുട്ടികളാണ്. അവരോട് മത്സരിക്കുന്ന കമ്പനികളും സ്റ്റാർട്ടപ്പുകളും നമ്മൾ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഉണ്ടായി വരുന്നു. അങ്ങനെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ. ഇതിനിടയിലാണ് നമ്മുടെ കൾച്ചർ കൂടി വ്യാപിക്കുന്നത്. നമ്മളറിയാത്തൊരു താല്പര്യം. ഇന്നലത്തെ ഒരു വാർത്ത നമ്മുടെ ഫ്ലോറിൽ തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാനിലെ ലാഹോർ യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ആദ്യമായി സംസ്കൃതം ഡിപ്പാർട്ട്മെന്റ് തുറന്നിരിക്കുന്നു. വലിയ ഡിമാൻഡാണ് അത്രേ പാകിസ്ഥാനികൾക്ക്. പാകിസ്ഥാനിലെ ഈ ബൈ ബർത്ത് മുസ്ലിമായ ആളുകൾക്ക് പോലും ഇന്ത്യൻ കൾച്ചർ, ഒരു ബേസിക്കലി ഈ മണ്ണിൻ്റെതാണ് സംസ്കാരം എന്നാണല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. അത് അംഗീകരിച്ചു വരുന്നു. ബംഗ്ലാദേശിൽ ഇതുപോലെ രാമായണം ഫെസ്റ്റിവൽ നടന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ആത്മീയ മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മുടെ ശ്രീരാമക്ഷേത്രം ഉണ്ടാകുന്നു എന്ന് മാത്രം, അത് ആഗോള തീർത്ഥാടന കേന്ദ്രമാകുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ഫോൾ ഇപ്പോൾ നമ്മൾ താജ്മഹലിനേക്കാൾ ഫുട്ഫോൾ അയോധ്യയിലായിത്തീരുന്നു. അതേ സമയത്ത് തന്നെ UAE അബുദാബിയിൽ വലിയ പള്ളി ഉണ്ടാകുന്നു, വലിയ ക്ഷേത്രം ഉണ്ടാകുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്ത, അതും ഭയങ്കര സന്തോഷം നൽകുന്നതാണ് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ. ഈ കംബോഡിയയും തായ്ലാൻഡും തമ്മിൽ ഒരു ശിവക്ഷേത്രത്തെ ചൊല്ലിയാണ് തർക്കം. ആ തർക്കം തീർക്കാൻ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ എന്ന് രണ്ടു കൂട്ടരും പറയുന്നു. അത് നരേന്ദ്രമോദിക്കാണ്. ആലോചിച്ചു, ഒന്ന് ശിവക്ഷേത്രം, അതിന്റെ കൺസെപ്റ്റ്, പിന്നെ രണ്ടു പക്ഷത്തും ബുദ്ധന്മാരുടെ ഒരു മഹാഭൂരിപക്ഷമുള്ള ബുദ്ധ സംസ്കാരത്തെ ഭാരതീയ സംസ്കാരമായി സ്വീകരിക്കുന്ന ഒരു മനസ്സ്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതിന്റെ ലേറ്റസ്റ്റ് വാർത്തയും കൂടി കണ്ടപ്പോഴാണ് ടി ജിയോട് സംസാരിക്കാനിരിക്കുന്നത്. അതിപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യയിൽ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പഞ്ചവാദ്യം ഉണ്ടല്ലോ, നമ്മുടെ ക്ഷേത്രകലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു വലിയ മേള ചരിത്രത്തിൽ ആദ്യമായി അത് നടത്തുന്നതിൻ്റെ രണ്ട് ഒക്കേഷൻ. ഒന്ന്, ഈ ഇന്ത്യൻ കൾച്ചറിന് വേണ്ടി അവിടെ ഒരു വലിയ അക്കാഡമി രൂപം കൊണ്ടിരിക്കുന്നു. അവർ വർഷങ്ങളോളം പരിശീലിപ്പിച്ചിട്ടാണ് പഞ്ചവാദ്യത്തിൻ്റെ ഒരു മഹാമേള, 60 പേര് പങ്കെടുത്തൊരു മേള. രണ്ട്, അത് നടക്കുന്നത് സായിബാബയുടെ 100ാം ജന്മദിനത്തിൻ്റെ ആഘോഷമായിട്ട്. ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് ഇന്ത്യക്ക് രണ്ടല്ല പലതരത്തിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ്. ഈ ഒരു എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പറയാം, ഒരു എക്സ്റ്റൻഷനാണോ, എക്സ്പാൻഷനാണോ, അല്ലെങ്കിൽ അതിന് പറയേണ്ടത് ഈ കൺവെയൻസ് ആണോ, എന്തായാലും ഒരേ സമയത്ത് പല ഫോം ഓഫ് എനർജി എന്ന് പറയില്ലേ, മീൻസ് വേരിയസ് ഫോംസ് ഓഫ് ഇന്ത്യൻ എനർജി ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ഓർ എക്സ്പാൻഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ്. ടി ജിയുടെ അതിൻ്റെ ഒരു വളർച്ചയെ എങ്ങനെയാണ് ടി ജി കാണുന്നത്? ഇത് ആധുനിക യുഗത്തിൽ ഇത് തുടങ്ങി വെച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഈ ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ കലയോ സാഹിത്യമോ പഞ്ചവാദ്യമോ ചെണ്ടമേളമോ ഒന്നും നടത്തിയിരുന്നില്ല. പക്ഷേ ഇതിനൊക്കെയുള്ളൊരു കേളികൂട്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ ടൂർ ചെയ്തു. ഭാരതം എന്നൊരു നാടുണ്ടെന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ തെണ്ടികളൊന്നും അല്ലെന്നും നിങ്ങളെക്കാളൊക്കെ വിവരമുള്ളവരാണെന്നും ഈ ലോക മത സമ്മേളനം ചിക്കാഗോയിൽ, അതിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മതങ്ങളുടെ മാതാവായ മദർലാൻഡ് ഓഫ് ഗോഡ്സ്, മതങ്ങളുടെ മാതാവായ ഹിന്ദു മതത്തെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണുന്നത് ഹിന്ദു മതത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത. മറ്റുള്ളവർ മറ്റു മതങ്ങളെ ഉപദ്രവിക്കാൻ ഒന്നും പോവില്ലെങ്കിലും തുല്യമായിട്ടല്ല കാണുന്നത്. അവരൊക്കെ വഴിതെറ്റിപ്പോയവരാണ്, അതെ, അധമന്മാരാണ് എന്ന വിശ്വാസം, പല രീതിയിലുള്ള വിശ്വാസം. പ്രയോഗത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ വിശ്വാസത്തിലുണ്ട്, പ്രിൻസിപ്പിൾ അങ്ങനെ. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ അമ്മ ഞങ്ങളാണ്, ഇതെല്ലാം
എന്നിൽ നിന്ന് ഉത്ഭവിച്ചു. എന്നിട്ട് അവർ തമ്മിൽ ചില്ലറ പടലപ്പിണക്കമൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ് ഈ രീതി. അപ്പം അത് ഒരു വലിയ സാംസ്കാരികമായ പടനയിക്കലായിരുന്നു. ഒരു ഏകാംഗ പട്ടാളമായിട്ട് സ്വാമി വിവേകാനന്ദൻ കയ്യിൽ കാശില്ലാതെ ആരുടെയൊക്കെ സഹായത്തോടു കൂടി തണുത്ത് വിറച്ച് പിടിച്ചൊക്കെ ചിക്കാഗോയിൽ പോയി പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഈ ഓരോരുത്തരായിട്ട് പിന്നെ പോകാനും ഈ അവന്യൂസൊക്കെ അവരിങ്ങോട്ട് വരാനും ഒക്കെയുള്ള കൾച്ചറൽ, ബാക്കി ഇപ്പോൾ പൊളിറ്റിക്കലി അപ്പോഴും നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനോട് ഒരു മദാമ്മ, അവരുടെ പേരിപ്പോൾ ഞാൻ മറന്നുപോയി, അവർ കത്തയച്ചു സ്വാമി വിവേകാനന്ദനെ, ഈ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല. അപ്പോൾ വിവേകാനന്ദൻ അതിന് മറുപടി അയച്ചു, അത് ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്, വേണമെങ്കിൽ ഒരു 2-3 ആഴ്ച കൊണ്ട് ഞാനത് ശരിയാക്കി തരാം. പക്ഷേ എൻ്റെ രാജ്യത്തിന് അത് നിലനിർത്താനുള്ള ബലമുള്ള തോളുണ്ട്. ഡു വി ഹാവ് ബ്രോഡർ ഷോൾഡേഴ്സ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയാസം കാണിക്കാനുള്ള, തുണിയഴിച്ച് തുള്ളാനുള്ള ഏർപ്പാടല്ല, അസാമാന്യമായ ഉത്തരവാദിത്തമാണത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഈ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതല്ല. സ്വാതന്ത്ര്യം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കാൻ, ഇത്രയധികം കോടിക്കണക്കായ ജനങ്ങളെ ഒരേ ചരടിൽ കോർത്തിണക്കി ആർക്കും ദോഷമില്ലാതെ, ആരോടും പകയോ പരിഭവമോ ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണിത്. ഈ ഒരു വാൾത്തലപ്പിലൂടെയുള്ള നടപ്പാണ് സ്വാതന്ത്ര്യം. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇനിയിപ്പം തോന്നിയാസം നടക്കുക. അങ്ങനെയല്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വലിയൊരു ഉത്തരവാദിത്തമാണത്. നിങ്ങൾക്കത് ഏറ്റെടുക്കാനുള്ള ചുമലുകളില്ലെങ്കിൽ നിങ്ങളത് താഴെയിട്ട് കളയും, ഇതിലും വഷളാകും. ഇപ്പോൾ ഒരു ഓർഡർലി ഒരു സാധനമുണ്ട്, ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാണെങ്കിൽ ഒരു ഓർഡറുണ്ട്, ലോ ആൻഡ് ഓർഡർ നമ്മൾ പറയും, അതിനകത്തെ ഓർഡർ അതുണ്ട്. അപ്പോൾ അത് ഈ ഞാൻ ശ്രമിക്കുന്നത് ഈ എൻ്റെ രാജ്യത്തെ ഇതിന് പ്രാപ്തരാക്കുക. പ്രാപ്തരായി കഴിഞ്ഞാൽ മറ്റവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനൊരു തൻ്റെ ഇടം വരും, എറണാകുളത്ത് എന്ന് പറയാൻ തൻ്റെ ഇടം വരും. അതാണ് പ്രൈമറി വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈമറി വർക്ക് ഒരു സന്യാസി എന്നുള്ള ഞാൻ ചെയ്യുന്നു, ബാക്കിയുള്ളത് അവർ ചെയ്യുന്നുണ്ട്. അന്ന് ലോകമാന്യ തിലകനുണ്ട്, ലാലാ ലജപത് റായുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് നടക്കുന്നു. അതിൽ സ്വാമി വിവേകാനന്ദൻ ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് പോയിട്ട് സിന്ദാബാദ് വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ സാർ നോക്കും, നാരായണഗുരു സ്വാതന്ത്ര്യ സമരത്തിന് കൊടിയും പിടിച്ചതാണ്, ബട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രേരണാ സ്രോതസ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും നാരായണഗുരുവിന്റെ പേര് പറയും. അതുപോലെ സ്വാമി വിവേകാനന്ദൻ ഇതിന്റെ സ്രോതസ്സായിരുന്നു. ബട്ട് ഡയറക്റ്റ് പോയിട്ട് അവിടെ ഇവരുണ്ട്. അന്ന് ഈ സ്വാമി വിവേകാനന്ദന്റെ കാലത്ത് മഹാത്മാഗാന്ധി പ്രോമിനൻസിൽ വന്നിട്ടില്ല, പക്ഷേ തിലകനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നടക്കുന്നുണ്ട്, ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതിൽ ഞാൻ പോയിട്ട് എനിക്ക് അജിറ്റേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്യാനില്ല, ഞാൻ സന്യാസിയാണ്. അപ്പോൾ അതിൽ പോയിട്ട് ബഹളം വയ്ക്കുക, ജയിലിൽ പോവുക, ഇതൊന്നും സന്യാസ ജീവിതത്തിന് യോജിച്ചതല്ല. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സന്യാസിയുടെ ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ സാംസ്കാരിക ഔന്നത്യം പാശ്ചാത്യരെ ബോധ്യപ്പെടുത്തുക. പിന്നെ അസാമാന്യമായ ബുദ്ധിശക്തിയുമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരിക്കൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഇങ്ങനെ മറിച്ച് പേജുകൾ ഇങ്ങനെ മറിച്ചു പോകും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത് എന്താ ഇത് ഇങ്ങനെ? അപ്പോൾ 2-3 വോളിയം പുള്ളി നോക്കി വെച്ച് തോന്നും. പുള്ളി ഇതും മറിച്ചൊരു അടയാളവും വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും ഞാൻ വായിച്ചു തീർന്നു, നിങ്ങൾ ഇതിന് എന്ത് വേണമെങ്കിലും ചോദിച്ചു, ഞാൻ മറുപടി പറയാം. ചോദിച്ചു പറയുകയും ചെയ്തു. അത്ര ഫാസ്റ്റായിട്ട് വായിക്കാനും ഗ്രാസ്പ് ചെയ്യാനും കഴിവും. ഇതൊരു അത്ഭുത പ്രവൃത്തിയല്ല, നമുക്കിത് ബൈ പ്രാക്ടീസ് ഇത് ചെയ്യാൻ പറ്റും. ഈ ഫാസ്റ്റ് റീഡിങ് എന്ന് പറഞ്ഞ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ചേർന്ന് നമ്മൾ മെല്ലെ വളരെ ഫാസ്റ്റായിട്ട് പേജുകൾ മറിക്കും വായിക്കുകയും ചെയ്യും. എനിക്കും സാറിനും ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. സ്വാമി വിവേകാനന്ദൻ മാജിക്ക് കാണിച്ച് ജീവിച്ച ആളെന്നല്ല, അത് റിയൽ ലൈഫിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇതിലൂടെ ഒരുപാട് അറിവുകൾ ആർജിക്കുകയും അത് സ്വരുക്കൂട്ടുകയും അത് പ്രസംഗിക്കുകയും എഴുതുകയും ഒരുപക്ഷെ ഭാരതത്തിനുള്ളിൽ സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ പുറത്ത് സഞ്ചരിച്ച്, അതാണ് ഒരു അംബാസഡറിൻ്റെ ജോലി സ്വാമി വിവേകാനന്ദൻ ചെയ്തത്.
മറ്റുള്ളവർ ഇപ്പോൾ ആദിശങ്കരനാണെങ്കിൽ ഭാരതത്തിന് ഉള്ളിലാണ്, തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ കാൽനടയായിട്ടൊക്കെ. വിവേകാനന്ദൻ കൂടുതലും ഭാരതത്തിന് പുറത്താണ് പോയിട്ട് ഈ ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചതും പറഞ്ഞതും. അപ്പോൾ ഒരു ഭാരതത്തിൻ്റെ ഒരു കൾച്ചറൽ അംബാസിഡർ സ്വാമി വിവേകാനന്ദനായിരുന്നു. അദ്ദേഹം വെട്ടി തുറന്ന പാതയിലൂടെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ ചെണ്ട, ഭരതനാട്യം, തിമില, ചേങ്ങില, സംസ്കൃതം ഇതൊക്കെ പോകുന്നത്. ഇത് ഒരു വഴിവെട്ടാൻ ഒരു ആളുണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഒരു നിരീക്ഷണമാണ്. ശരിയാണ്. തീർച്ചയായും. അപ്പോൾ ഒരു സാംസ്കാരിക ഗുരുവിന്റെ വഴി, ഇപ്പൊ വിവേകാനന്ദന്റെ വഴിയിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ വഴി നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ആ വഴി നമ്മൾ ശക്തി ആർജിച്ചിരിക്കുന്നു, അല്ലേ? അത് അക്സെപ്റ്റഡ് വഴിയുമാണ്. ഈ സ്വാമി വിവേകാനന്ദൻ ഒരു ഡിസ്പ്യൂട്ടഡ് സന്യാസി ആയിരുന്നില്ല. യൂറോപ്പിലും അമേരിക്കയിലും അക്സെപ്റ്റഡ് സന്യാസിയായിരുന്നു. സ്വാമി വിവേകാനന്ദനെ പറ്റി ഒരു എതിരഭിപ്രായം ആർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോയ സ്ഥലത്തെല്ലാം ഈ ചിക്കാഗോയിലെ ഒറ്റ പ്രസംഗം കൊണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിൽ വലിയ പേര് സമ്പാദിക്കാനും പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ രാജസൂയമായിരുന്നു സ്വാമി വിവേകാനന്ദ. അതിനർത്ഥം നമ്മൾ മറ്റെല്ലാതരം വെല്ലുവിളികളെയും നേരിടാനുള്ള ഒരു സാംസ്കാരികമായ ശാക്തീകരണ പ്രക്രിയയാണ് ഈ സംസ്കാരം, അല്ലേ? അത് നമ്മൾ ഇപ്പോ പൂർവാധികം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി നമുക്ക് മറ്റു വെല്ലുവിളികളെ പൊതുവെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ എളുപ്പമാണെന്നല്ല എൻ്റെ അർത്ഥം. അതെ, തീർച്ചയായിട്ടും. ഇത് ഈ വേരുകളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തനിമ, ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം ഒക്കെ കിട്ടും. നമ്മുടെ നാട് വിട്ട് വേറൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു സംശയവും സങ്കോചവും ഒക്കെ ഉണ്ടാകും. തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഒന്ന് അഴിച്ച് ഇനിയിപ്പോൾ എൻ്റെ സ്ഥലം. ഇതുപോലെയാണ് നമ്മളുടെ സാംസ്കാരികമായ വേരുകളിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം നമുക്കറിയാം. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, നെഞ്ച് വല്ലാതെ ഒന്ന് വിരിയും. നമ്മുടെ ഭാരതീയമായ സ്വത്വം ശക്തി പ്രാപിച്ചിരിക്കുന്നു. അതിന്റെ ഒരു കേളികൊട്ടാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ മലേഷ്യയിൽ നടന്നത് എന്ന് പറയണം. അതെ, ശരിക്കും ഭാരതീയ സ്വത്വത്തിന്റെ കേളികൊട്ടാണ്, അല്ല? അങ്ങനെയാണ് ടി.ജിയുടെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ അതിന് പറ്റിയ സ്ഥലങ്ങളുമാണ്. രാമായണത്തിന്റെ ഇന്തോനേഷ്യ മുസ്ലിം ഡോമിനേറ്റഡ് ആണല്ലോ, പക്ഷെ കൾച്ചർ ഇന്ത്യൻ ആണ്. അവരുടെ എയർലൈൻസിന്റെ പേര് ഗരുഡ എയർലൈൻസ്. നമ്മളെ കൊടുത്തിട്ടില്ല ഇതുവരെ. ഇവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ വർഗീയതയാണെന്ന് പറഞ്ഞ് തല്ലാൻ വരും. സത്യം. അവരുടെ ബാങ്ക് കുബേര ബാങ്ക്. ഇവിടെ ബാങ്കിന് കുബേരന്റെ പേരിടാൻ പറ്റുമോ? തല്ലു ആൾക്കാർ, വർഗീയത. അതെ, ഒരു ചെറിയ വിമർശനം ഉണ്ടായത് നമ്മുടെ സി രാധാകൃഷ്ണൻ, ഏറ്റവും ഒടുവിലത്തെ പുസ്തകം. അദ്ദേഹം ലോകരാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് അവിടുത്തെ കറന്റ് പൊളിറ്റിക്സും അവിടുത്തെ സാമൂഹ്യ സ്ഥിതിയും അപ്പോൾ ഓരോ രാജ്യത്ത് എന്നിരുന്നാണ് ഓരോ ചാപ്റ്റർ എഴുതുന്നത്. കാലം കാത്തുവെക്കുന്നതാണ് ആ പുസ്തകത്തിന്റെ പേര്. മാതൃഭൂമിയെ പുറത്തിറക്കിയത്. ആക്ഷേപം എന്താണെന്നറിയോ? ഇദ്ദേഹം സഞ്ചരിക്കുന്നത് ഗരുഡന്റെ പുറത്താണ്. അത് മീൻസ് ഒരു കാലയാത്ര നടത്താൻ അത്ര ഫാസ്റ്റായിട്ടോ ഒക്കെ പോകാവുന്ന, അതുപോലും വിവാദം ഉണ്ടാക്കിയ നാടാന്ന് പറയാം. ഗരുഡ എയർലൈൻസ് അവർക്കൊരു ഇഷ്യൂ അല്ല. അതെ, കറക്റ്റ്. പക്ഷെ ഇവിടെ അത് തീർച്ചയായിട്ടും ഈ കേളികൊട്ട്, ഭാരതത്തിന്റെ ഈ ശാക്തീകരണത്തിന്റെ സാംസ്കാരികമായ സ്വത്വത്തിന്റെ ഈ കേളികൊട്ട് മലേഷ്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ വ്യാപിക്കാൻ ഉള്ള ഒരു കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആ കേളികൊട്ട് എത്തേണ്ട ഈ അടച്ചുവെച്ച കാതുകളുണ്ടല്ലോ, ബധിരകരണങ്ങളിൽ ഒക്കെ ചെന്ന് പതിക്കട്ടെ. എന്നിട്ട് മുട്ടി ഇന്ത്യൻനെസ്സിന്റെ ഒരു ഗ്ലോറി, എന്തായാലും പറയാം, അതിന്റെ മഹത്വം തുറക്കട്ടെ എന്ന് നമുക്ക് പറയാം. ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.